ിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതുക്കൽ നടന്ന ഇരട്ട കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ ഇപ്പോഴും കേരളത്തിലെ ജനമനസ്സുകളിൽ ബാക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ ദുരൂഹതയെ സംബന്ധിച്ചിട്ടുള്ള പലവിധ സംശയങ്ങൾ പല കോർണറുകളിൽ നിന്നും ഇപ്പോഴും ഉയരുന്നുണ്ട്. പൂർണ്ണമായും ചില അവ്യക്തതകൾ നീങ്ങിക്കിട്ടിയിട്ടില്ല. CBIയുടെ എൻക്വയറി ഇപ്പോൾ നടക്കുന്നത് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മകൻ ഗൗതമിൻ്റെ മരണത്തെക്കുറിച്ചിട്ടുള്ളതാണ്. അത് മരണമാണോ, അത് ആത്മഹത്യയാണോ, അതോ കൊലപാതകമാണോ എന്നുള്ളത് സംബന്ധിച്ചാണ് CBIയുടെ എൻക്വയറി നടക്കുന്നത്. ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണ് ഈ CBI ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. CBI അന്വേഷണം ആരംഭിച്ച് 1 മാസം കഴിയുമ്പോഴാണ് ഈ വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗൗതമിൻ്റെ മരണവും ഈ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മരണം തമ്മിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം CBI അന്വേഷിക്കുക തന്നെയാണ്. അത് CBI ചടുലതയോടും വേഗത്തിലും ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും മരണം നടന്നതിന് ശേഷം മുഴുവൻ സമയവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി CBI ഉദ്യോഗസ്ഥർ കോട്ടയത്തെ വിജയകുമാറിൻ്റെ വീട്ടിലും പരിസരത്തും ബന്ധപ്പെട്ട ആളുകളെ കാണുകയും അവരിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് തന്നെ CBI വളരെ വേഗത്തിൽ ചടുലതയോടുകൂടി തന്നെ അവരുടെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ചില വിവരങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ശരിക്കും ഈ വിജയകുമാറിൻ്റെ മകൻ ഗൗതം വിജയകുമാർ 28 വയസ്സ് മാത്രമായിരുന്നു ആ ചെറുപ്പക്കാരന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് യാതൊരു തര ഗ്രൗണ്ടും ഇല്ലായിരുന്നു. അതായത് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാകണം. പക്ഷേ ഗൗതം വിജയകുമാർ എന്ന സമ്പന്ന കുടുംബത്തിൽപ്പെട്ട സമ്പന്നനായ ഈ ചെറുപ്പക്കാരന് യാതൊരു തര കാരണവും അതിനില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തം. ഈ 2017 ജൂൺ 3-നാണ് ഈ വിജയകുമാറിൻ്റെ മകൻ ഗൗതം വിജയകുമാറിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അത് ശരിക്കും റെയിൽവേ ട്രാക്കിന് അരികിലാണ് ആ ഡെഡ് ബോഡി കിടന്നിരുന്നത്. അദ്ദേഹം ഓടിച്ചിരുന്ന കാറ് കാരിത്താസ് ജംഗ്ഷനും അമ്മഞ്ചേരി ജംഗ്ഷനും ഇടയിലുള്ള ഒരു റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നത്. ആ കാറിനകത്ത് രക്തമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വിവരം ശ്രദ്ധിക്കാനുള്ളത്, ഈ കാറിനകത്ത് രക്തക്കറയല്ല, രക്തം തന്നെയാണ് ഉണ്ടായിരുന്നത്. തളം കെട്ടിക്കിടക്കുന്ന രക്തം ഉണ്ടായിരുന്നു. മാത്രമല്ല കാറിൻ്റെ ഡിക്കിയിലും രക്തമുണ്ടായിരുന്നു. ഈ കൈ ശരിക്കും ബോണറ്റിൽ പിടിച്ച നിലയിലായിരുന്നു. ഈ ഗൗതം വിജയകുമാറിൻ്റെ ശരീരത്തിൽ നമ്മൾ പരിശോധനയിൽ വ്യക്തമായ ഒരു വിവരമാണ്, അദ്ദേഹത്തിൻ്റെ കൈ കാറിൻ്റെ ബോണറ്റിൽ മുറുകെ പിടിച്ചതുപോലെയായിരുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തവുമാണ്. ഈ ഡിക്കിയിൽ രക്തം പുരളണം എങ്കിൽ ഗൗതം വിജയകുമാറിനെ കൊലപ്പെടുത്തിയിട്ട് ഡിക്കിയിൽ സൂക്ഷിക്കുകയും പിന്നീട് ഈ റെയിൽവേ ട്രാക്കിന് അടുക്കലേക്ക് കൊണ്ട് തള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കാലിന് യാതൊരു തരത്തിലുള്ള ഈ അംഗവൈകല്യവും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാൽ ഒടിഞ്ഞ നിലയിലായിരുന്നു ഡെഡ് ബോഡി കാണുമ്പോൾ ഉണ്ടായിരുന്നത്. അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് തന്നെ ഗൗതം വിജയകുമാറിനെയും പൂർണ്ണമായും കൊലപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും അതിനുവേണ്ടി തന്നെയാണ് ആ പ്രതികൾ അഥവാ കൊലപാതകികൾ കോട്ടയത്ത് എത്തിച്ചേർന്നിരുന്നത് എന്നുമാണ്. ഒന്നുകിൽ കോട്ടയത്തുള്ള ആരോ തന്നെയാണ്, ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി എത്തപ്പെട്ട ഏതോ വാടക കൊലയാളി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ, ഗൗതം വിജയകുമാറിൻ്റെ മൊബൈൽ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാറിൽ ഉണ്ടായിരുന്ന ഈ മൊബൈൽ മോഷ്ടിച്ചെടുക്കാനോ അതുപോലെ കാറിനകത്ത് നിന്ന് മറ്റ് സാധനങ്ങൾ മോഷ്ടിക്കാനോ ഒരു ശ്രമവും നടന്നിട്ടില്ല. വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും കൊലപാതകം നടക്കുമ്പോഴും ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ പ്രതി എന്ന് പിടിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി
അതായത് അമിത് ഒറാങ് ഒന്നും മോഷ്ടിച്ചിട്ടും ഇല്ല. വിജയകുമാറിനെ സംബന്ധിച്ച് പിന്നീട് ചില വാർത്തകൾ ചിലർ പ്രചരിപ്പിച്ചത് ഗൗതം വിജയകുമാറും അച്ഛൻ വിജയകുമാറും തമ്മിൽ അല്പം സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു, നിരന്തരം വഴക്കുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം വീട്ടിൽ നിന്ന് രാത്രി 7 മണിക്ക് പുറത്തേക്ക് പോകുമ്പോഴും ആ വീട്ടിൽ വഴക്ക് നടന്നിരുന്നു എന്നുള്ളതാണ്. ഇത് പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബന്ധുക്കളിൽ നിന്നെല്ലാം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധികാരികമായി ഞാൻ ഈ വിവരം പറയുന്നത്. വിജയകുമാറും മകൻ ഗൗതം വിജയകുമാറിനും ഫ്രണ്ട്സിനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. വിജയകുമാർ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യപ്രകൃതി ഉള്ള ആളാണ്. പക്ഷേ മകനുമായിട്ട് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പലപ്പോഴും മകന് അത്താഴം വിളമ്പി കൊടുക്കുന്നത് പോലും വിജയകുമാർ ആയിരുന്നു. സന്തോഷത്തോടുകൂടി അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. കാരണം മകളുടെ ഈ വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം മകനും മകളും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായിരുന്നു. വിജയകുമാർ എന്ന് പറയുന്ന വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം മകനും വ്യവസായത്തിൽ തന്നെ ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ടെക്നോ പാർക്കിൽ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകൾ മകന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകളിൽ തുടർന്നുള്ള എന്തെങ്കിലും പ്രശ്നമാണോ ഗൗതം വിജയകുമാറിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ഗൗതം വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു കാരണവും ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അച്ഛനും മകനും തമ്മിലുള്ള നല്ല ബന്ധവും ആ കുടുംബത്തിനുള്ള നല്ല സാമ്പത്തിക സ്രോതസ്സുമൊക്കെ തന്നെയാണ് ഒരു കാരണം. കാരണം അത്രയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കാരണവുമില്ലാതെ എന്തിന് ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട്. അതും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഈ ഗൗതം വിജയകുമാർ എന്ന് പറയുന്ന 28-കാരന് ആകെ ഉള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില നിറവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ചില പാടുകളുണ്ടായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായും മാറിക്കഴിയുകയും ചെയ്തിരുന്നു. അല്ലാതെ ഗൗരവമായ യാതൊരു രോഗാവസ്ഥയും ഗൗതം വിജയകുമാറിനെ അലട്ടിയിരുന്നില്ല. 28 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അറിയുന്നത് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മതി എൻ്റെ വിവാഹം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു. 28 വയസ്സ് വലിയൊരു പ്രായമൊന്നുമല്ല. ഇപ്പോഴൊക്കെ ശരിക്കും വിവാഹം നടക്കുന്നത് തന്നെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഇറങ്ങുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെ 30 വയസ്സ് 32 35 ആകുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് അതിന് ആക്ഷേപിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അന്ന് വിജയകുമാർ വീട്ടിൽ നിന്നും പോകുന്നത് ഒരു സുഹൃത്തിനെ കാണാൻ എന്ന് പറഞ്ഞാണ് പോകുന്നത്. അവിടെ തന്നെയാണ്, സുഹൃത്തിൻ്റെ അടുക്കൽ തന്നെയാണ് ഈ വിജയകുമാറിൻ്റെ മകൻ ഗൗതം വിജയകുമാർ എത്തുന്നത്. അവിടെ സുഹൃത്തുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു എന്നാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞതും. കാരണം അന്ന് മകൻ വൈകിയപ്പോൾ ഈ വിജയകുമാറും അതുപോലെ ഡോക്ടർ മീരയും ഈ മകൻ എവിടെയാണെന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ വന്നിരുന്നു, ഇവിടെ നിന്ന് മടങ്ങി എന്നുള്ള വിവരം. അവിടെ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് ഗൗതം വിജയകുമാർ പിതാവായ വിജയകുമാറിനെയും ഭാര്യയെയും വിളിച്ചിരുന്നു, അമ്മയെയും വിളിച്ചിരുന്നു. അമ്മയോട് ചോദിച്ചത്, അമ്മ ഞാൻ മടങ്ങുകയാണ്, എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരണമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ മീര അമ്മ പറഞ്ഞത് ഒന്നും വാങ്ങിക്കൊണ്ട് വരേണ്ട, ഇന്നലെ അച്ഛൻ ഉണ്ടാക്കിയ ബിരിയാണിയുടെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്, ചിക്കൻ ബിരിയാണിയുടെ ബാക്കിയുണ്ട്, അത് കഴിക്കാം, നീ വരിക എന്നാണ് അമ്മ പറഞ്ഞത്. തലേ ദിവസം ഈ വിജയകുമാർ, കൊല്ലപ്പെട്ട ഗൗതം വിജയകുമാറിൻ്റെ അച്ഛനായ വിജയകുമാർ ബിരിയാണി ഉണ്ടാക്കി. അദ്ദേഹം ഒരു ഫുഡ് കുക്കറായി, ശരിക്കും ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം അടുക്കളയിൽ കയറി ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരിക്കും അദ്ദേഹം ഒരു നല്ലൊരു ഗ്രഹനാഥൻ എന്നുള്ള നിലയിൽ വിജയകുമാർ പൂർണ്ണമായും സക്സസ് ആയ ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തിന് നല്ല കുടുംബ ബന്ധമാണ്. ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല അടുപ്പമുള്ള ഒരു ഭർത്താവായിരുന്നു വിജയകുമാർ. അവർ തമ്മിൽ ഒരിക്കലും ഒരു അസ്വാരസ്യവും ഉണ്ടായിരുന്നില്ല താനും. മക്കളോടും അങ്ങനെ തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ ഗൗതം വിജയകുമാർ എന്ന് പറയുന്ന വിജയകുമാറിൻ്റെ മകന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ച് ബന്ധുക്കൾ ചോദിക്കുമ്പോഴാണ് ഈ ഗൗതം വിജയകുമാർ പറയുന്നത്, എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിയട്ടെ എന്നിട്ട് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുന്നത്. വിജയകുമാർ യഥാർത്ഥത്തിൽ തൻ്റെ മകൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവസാനം ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം കേരളത്തിലെ പോലീസും ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുന്ന പോലീസ് സംഘം അന്വേഷിച്ചിട്ടും ഇത് ആത്മഹത്യയാണ് എന്ന് പോലീസ് എഴുതി തള്ളിയതിന് എതിരെയാണ് CBI എൻക്വയറി വേണം എന്ന് ഈ വിജയകുമാർ നേരിട്ട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ചത്. ആസഫ് അലി ആയിരുന്നു പ്രോസിക്യൂഷൻ ജനറൽ ആയിരുന്ന ആസഫ് അലി ആയിരുന്നു ആ കേസ് ഏറ്റെടുത്ത് നടത്തിയത്. കുറേ വാദഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഡോക്ടേഴ്സിൻ്റെ മൊഴികളെല്ലാം വേണ്ടി വന്നു. എല്ലാ മെഡിക്കൽ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി CBI എൻക്വയറിക്ക് ഉത്തരവിട്ടത്. ഹൈക്കോടതിക്കും പോലീസിൻ്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അതിൽ പിഴവുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയും കണ്ടെത്തിയത്. തുടർന്നാണ് CBI എൻക്വയറി ഡിക്ലെയർ ചെയ്തത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഒരു റീസണുമില്ലാതെ ഗൗതം വിജയകുമാർ കൊല്ലപ്പെടുകയില്ല. കാരണം നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് സൂയിസൈഡ് അല്ല, ഇതൊരു ഹോംസൈഡ് തന്നെയാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ CBI ആ വിഷയം ആ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് അന്വേഷണത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടും വിജയകുമാറിൻ്റെയും ഡോക്ടർ മീരയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിലാകാം.